ഹായ് ഓൾ, ടെക്സാസിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമിറ്റ് വെൽഡിംഗ്. ഓക്കെ, തെർമിറ്റ് വെൽഡിംഗ്. തെർമിറ്റ് വെൽഡിങ്ങിൻ്റെ അവിടെ ഒരു 6 ടെക്നുണ്ടോ, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ സർവീസ് ട്രേഡ് മാർക്ക് എന്ന് പറയും. ഇത് നമ്മൾ ട്രേഡ് മാർക്ക് നെയിമിലാണ് നമ്മൾ അറിയപ്പെടുന്നത് തെർമിറ്റ് വെൽഡിംഗ്. ആക്ച്വലി ഇതിനെ നമ്മൾ എക്സോ തെർമിക് വെൽഡിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കൂടുതൽ അറിയുന്നത് ഈ തെർമിറ്റ് വെൽഡിംഗ് എന്നുള്ള പേരിലാണ്. എന്തുകൊണ്ട് അതിന് ട്രേഡ് മാർക്ക് ഒരു സിമ്പിൾ വന്നു? Yes, the process was discovered by Hans Goldsmith in 1898. ഹാൻസ് ഗോൾഡ്സ്മിത്ത് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ് ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചത്. തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയും. ഈ തെർമിറ്റ് വെൽഡിംഗ് യൂസ് ചെയ്യുന്ന തെർമൈറ്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഈ ഗോൾഡ്സ്മിത്തിന്റെ ഫാദർ ആണ് ഈ ഗോൾഡ്സ്മിത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം അവർ വേറെ ഫാക്ടറിക്ക് ഉദ്ദേശം വേറെ പല പ്രോസസ്സുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ ഹാൻസ് ഗോൾഡ്സ്മിത്ത് ഈ പ്രോസസ്സ് കണ്ടുപിടിച്ചതോടുകൂടി തന്നെ അവർക്ക് വെൽഡിങ്ങിൽ വേറൊരു രീതിയിലുള്ള ഒരു ഫോം കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ ഗോൾഡ്സ്മിത്ത് ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, തെർമിറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് തെർമിറ്റ് വെൽഡിംഗ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ സ്മാർട്ട് റെയിൽ സൊല്യൂഷൻസ്, കാരണം തെർമിറ്റ് വെൽഡിംഗ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റെയിൽവേസിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടാണ് വരുന്നത്. സോ ഗോൾഡ്സ്മിത്തിന്റെ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഗോൾഡ്സ്മിത്ത് ഗ്രൂപ്പ് ജർമ്മൻ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഒരു ഇൻഡസ്ട്രി, ഫാക്ടറി, ഇതെല്ലാം അവർക്ക് ഇപ്പോഴും തന്നെ ഉണ്ട്. സോ ഈ പ്രോസസ്സ് കണ്ടുപിടിച്ച ഹാൻസ് ഗോൾഡ്സ്മിത്ത് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് കിടക്കുന്നത്, ഇതിന്റെ ട്രേഡ് മാർക്ക് കിടക്കുന്നത്. അതുകൊണ്ടാണ് തെർമിറ്റ് വെൽഡിങ്ങിന് നമ്മൾ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ വേറെ സാധാ ട്രേഡ് മാർക്ക് ഇല്ലാത്ത പേര് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സോതെർമിക് വെൽഡിംഗ് എന്നും പറയാം. ഓക്കെ, എന്താണ് തെർമിറ്റ് വെൽഡിംഗ് നമുക്ക് നോക്കാം. തെർമിറ്റ് വെൽഡിംഗ് ഈസ് എ കെമിക്കൽ വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് ആൻ എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു സപ്ലൈ ദ എസെൻഷ്യൽ ഹീറ്റ് എനർജി. ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റലിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ അത് വെച്ച് വെൽഡ് ചെയ്യുന്നതിനെയാണ് തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരു എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. ആ കെമിക്കൽ റിയാക്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഹീറ്റ് കിട്ടും. അല്ല, എക്സോതെർമിക് എന്താണ്? ഹീറ്റ് റിലീസ് ചെയ്യുന്നതാണ്. ആ ഹീറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ വെൽഡിംഗ് പ്രോസസ് നടക്കുന്നത്. ദാറ്റ് റിയാക്ഷൻ ഇൻവോൾവ്സ് ദ ബേണിംഗ് ഓഫ് തെർമിറ്റ്. അപ്പോൾ ആ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? തെർമിറ്റ് ബേൺ ചെയ്യുന്നു. ഈ തെർമിറ്റ് ആണ് ആര് കണ്ടുപിടിച്ചത്? ഗോൾഡ്സ്മിത്ത്. തെർമൈറ്റ് റിയാക്ഷനിൽ തെർമിറ്റ് എന്ന് പറയുന്ന ഒരു മിക്സർ അദ്ദേഹം കണ്ടുപിടിക്കുക. ആ മിക്സറിൽ എന്തൊക്കെയാണുള്ളത്? ഫൈൻ അലുമിനിയം പൗഡർ ആൻഡ് അയൺ ഓക്സൈഡ്. ഓക്കെ, അലുമിനിയം പൗഡറും അയൺ ഓക്സൈഡും തമ്മിലുള്ള മിക്സറാണ് തെർമിറ്റ്. ഈ മിക്സറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ, ബേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് ബേൺ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് അയണും അലുമിനിയം ഓക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. പ്ലസ് റിലീസിങ് എനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ്. 3000 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് റിലീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള എന്ത് ചെയ്യുന്നത്? അവിടുത്തെ വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഈ ഹീറ്റിൽ നമ്മൾ കൂടുതൽ നടക്കുന്നു? അയൺ കൂടുതൽ മെൽറ്റ് ആവുന്നു. ഈ ഉണ്ടാകുന്ന അയൺ മെൽറ്റായി അതാണ് നമുക്ക് എന്തിലേക്ക് പോകുന്നത്? നമ്മുടെ വെൽഡിംഗ് സ്പേസിലേക്ക് പോകുന്നത്, വെൽഡിംഗ് പൂളായിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് തെർമിറ്റ് വെൽഡിംഗ് പ്രോസസ്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. ഒരു ക്രൂസിബിൾ ഉണ്ട്. ഒരു ക്രൂസിബിൾ സ്റ്റീൽ ആണ് സാധാരണ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂസിബിൾ. ആ ക്രൂസിബിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ തെർമിറ്റ് മിക്സർ ഇടുന്നത്. അതിനുശേഷം ഈ ക്രൂസിബിൾ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു. അതിന്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേൺ ചെയ്യാൻ പറ്റും. മുകളിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കത്തി ഉരുകും. ഉരുകിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? അലുമിനിയം ഉണ്ട്, അയൺ ഉണ്ട്. അലുമിനിയം ഓക്സൈഡ് ആകും, അതുപോലെ തന്നെ അയണും മോൾട്ടൻ ആകും. അയണിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് താഴെയായിരിക്കും. അലുമിനിയം ഓക്സൈഡിന്റെ ഡെൻസിറ്റി, ആ സ്ലാഗ് ആയിട്ടുള്ള അലുമിനിയം ഓക്സൈഡിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അതിൻ്റെ മുകളിലായിരിക്കും. ഇനി ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ടാപ്പിംഗ് ഡിവൈസ് ഉണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഉരുകിയ മോൾട്ടൻ അയൺ എങ്ങോട്ട് വീഴും? നമുക്ക്
വെൽഡിങ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് വീഴും. അപ്പോൾ ഇതാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഒരു പോർഷനാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടതെങ്കിൽ അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എന്താ പറയുക, ഒരു ഫൗണ്ടറിക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തെ രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു, ആ സ്പേസ് അങ്ങ് കവർ ചെയ്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോൾട്ടൻ അയൺ ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാസ്റ്റിങ്ങിൽ അതേപോലെ തന്നെ ആ ബോക്സ് രണ്ടും നമ്മൾ എന്ത് മാറ്റുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് എടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും. ഇത് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് വെൽഡ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇത്രയും ആലോചിച്ചായി, രണ്ട് പാർട്ട് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും കവർ ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് എന്തൊഴിക്കുന്നു, മോൾട്ടൻ അയൺ ഒഴിക്കുന്നു. അവിടെ ഇരുന്ന് കട്ടിയാവുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, ബാക്കി എക്സസ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്ത് കളയുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു എന്താണ്, കാസ്റ്റിംഗ് ഫൗണ്ടറി പ്രോസസ്സ് പോലെയാണ് അല്ലേ. ഇത് കാസ്റ്റിംഗ് ഫൗണ്ടറി പ്രോസസ്സ് പോലെ നമ്മൾ ഉരുക്കി എവിടെയാണോ നമ്മൾ ഒരു ഷേപ്പിലേക്കല്ല, നമ്മൾ മറ്റേ കാസ്റ്റിങ്ങിലാണെങ്കിൽ നമുക്കൊരു പാറ്റേണിൻ്റെ ഷേപ്പിലേക്കാണ് നമ്മളത് മാറ്റുന്നത്. ഇതെല്ലാം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക്, ജോയിൻ ചെയ്യേണ്ട ഏരിയയിലേക്ക് ഉരുക്കി ഒഴിച്ച് അവിടെ നിർത്തി നമ്മൾ തണുപ്പിച്ച് സോൾഡിഫൈ ചെയ്ത് അതിനെ വെൽഡായിട്ട് മാറ്റിയെടുക്കും. ഓക്കെ, ഇതാണ് തെർമിറ്റ് വെൽഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെയിൽവേ ട്രാക്ക്. ആ ട്രാക്കിൻ്റെ രണ്ട് ട്രാക്കുണ്ട്. ആ രണ്ട് ട്രാക്കിന് ഒരു വിടവുണ്ട്. ആ വിടവ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. റെയിൽവേ ചാനൽസ് ഉണ്ട്. ഈ ചാനൽ കുറേ ലെങ്ത്തുള്ള ചാനലുണ്ട്. ഈ ചാനൽ നമ്മൾ ജോയിൻ ചെയ്ത് പോകുന്നതാണ്. അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്കിന് ക്രാക്ക് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് തെർമിറ്റ് വെൽഡ്. അപ്പോൾ നമുക്ക് ട്രാക്ക് 1 ഉണ്ട്, ട്രാക്ക് 2 ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ അതാണ് നമുക്ക് വെൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവിടെ ആ വെൽഡ് ചെയ്യേണ്ട അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മോൾട്ടൻ വാക്സ് ഒഴിച്ച് ആ ഗ്യാപ്പിന് എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. അല്ല, അവിടെ ഒരു വാക്സ് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെൽഡിങ് സെറ്റപ്പ് എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താണ്, ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ബ്രിക്ക് അല്ലെങ്കിൽ അതുപോലത്തെ മെറ്റീരിയലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെൽഡിങ് സെറ്റപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ ഇൻസ്റ്റാൾ എ വെൽഡിങ് സെറ്റപ്പ് അറൗണ്ട് ദി റെയിൽ എൻഡ്സ്. കാരണം ആദ്യം ഈ ഒരു എന്താണ്, ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു ബ്രിക്ക് പോലത്തെ ആ മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുന്നു. അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റൽ വെച്ച് കവർ ചെയ്യുന്നു, അതിനെ കൂടുതൽ ഫിക്സഡ് ആക്കാൻ വേണ്ടി. ബോൾട്ട് ചെയ്യും. അതിനുശേഷം ഈ രണ്ട് സൈഡിലും ഇങ്ങനത്തെ രണ്ട് ട്രേ വെക്കും. ഈ ട്രേ വയ്ക്കുന്നത് നമ്മൾ ഉരുക്കി ഒഴിക്കുന്നത് അത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് എക്സസ് ആവുന്നത് എവിടെയാണ്, എക്സസ് ആവുന്ന അറിയാൻ വേണ്ടി, കംപ്ലീറ്റ്ലി ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. എക്സസ് ആയിട്ട് അത് ഒഴുകി രണ്ട് സൈഡിലേക്കും വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ട്രേയും കൂടെ ഇതിൻ്റെ രണ്ട് എൻഡിലായിട്ട് വെക്കും. ഓക്കെ, ഇനി ഒരു സ്റ്റീൽ ബോക്സ് നമ്മൾ പറഞ്ഞല്ലോ. സ്റ്റീൽ ബോക്സിലാണ് നമ്മുടെ തെർമൈറ്റ് മിക്സർ ഇരിക്കുന്നത്. തെർമൈറ്റ് മിക്സർ എന്ന് പറയുന്നത് ബേസിക്കലി എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അലുമിനിയം ആൻഡ് അയൺ ഓക്സൈഡ്. നമ്മളിത് സ്റ്റീൽ ബോക്സിൻ്റെ അകത്ത് തെർമൈറ്റ് മിക്സർ ആവശ്യമുള്ളത് ഫില്ല് ചെയ്യും. ഇതിൽ കുറച്ച് എമൗണ്ട്, ചെറിയ ഒരു എമൗണ്ട് എന്തോന്നും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇഗ്നൈറ്റിംഗ് മിക്സ്ചർ ലൈക്ക് ബാരിയം പെറോക്സൈഡ്. അതായത് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ഇത് വെച്ച് നമ്മൾ ഫർണസിൽ വെച്ച് കത്തിക്കും പോലെയല്ല, ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ വെൽഡിംഗ് ടോർച്ച് പോലത്തെ ഒരു സാധനം വെച്ച് അതിനെ കത്തിച്ച് പെട്ടെന്ന് ഒരു ഇഗ്നിഷൻ കൊടുക്കുകയാണ്. ആ ബാക്കിയുള്ള എന്താണ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സോതെർമിക് പ്രോസസ്സ് നടന്നു. പക്ഷെ നമ്മൾ ആദ്യം ഒരു ഇഗ്നിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു ഇഗ്നൈറ്റിംഗ് മിക്സ്ചർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബാരിയം പെറോക്സൈഡ്. ഓക്കെ, ചെറിയ എമൗണ്ട് ബാരിയം പെറോക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ബോക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വെൽഡിംഗ് സെറ്റപ്പിൻ്റെ മുകളിൽ വെക്കുന്നത്, അതായത് ഈ ഒരു പ്ലേസിൽ വെക്കുന്നു.
ഇവിടെ വേറെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ്ട്രാ പവർ സപ്ലൈയോ അല്ലെങ്കിൽ പ്രഷറോ, ഇതിനെ വേറെ പേരും പറയാം, നോൺ പ്രഷർ ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്നും പറയാം. കാരണം ഉരുകി താഴേക്ക് ഗ്രാവിറ്റിയുടെ ഹെൽപ്പിലാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ വേറെ പ്രഷറോ അല്ലെങ്കിൽ വേറെ മോട്ടറോ പവർ കണക്ഷനോ ഒന്നും വേണ്ട. എന്താണ് നാച്ചുറൽ ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്, ബേണിംഗ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, ഇതതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ നോക്കിയാൽ നേരത്തെ 2 ട്രേ ഇവിടെ കാണാം. നമ്മുടെ സ്ട്രക്ചർ നമ്മൾ ആ ഫൗണ്ടറി ചെയ്യും പോലെ തന്നെ നമ്മളെ കവർ ചെയ്ത സ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ മുകളിൽ നമ്മൾ സ്റ്റീൽ വിത്ത് തെർമിറ്റ് മിക്സ്ചർ ഉണ്ട്. നമ്മൾ ഇതിനെ എന്താ ചെയ്യാൻ പോകുന്നത്, മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യും, കത്തിക്കും. ഓക്കെ, കത്തിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അലുമിനിയം അയൺ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, കത്തുമ്പോൾ തന്നെ അത് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അലുമിനിയം ഹാസ് ഹൈ അഫിനിറ്റി വിത്ത് ഓക്സിജൻ. അപ്പോൾ എന്ത് സംഭവിക്കും, റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡ് എന്താകും, അലുമിനിയം ഓക്സൈഡ് പ്ലസ് അയൺ പ്ലസ് ഇനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇതാണ് ഇവിടെ നടക്കുന്ന എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചത്, ഹീറ്റ് സൂപ്പർ ഹീറ്റഡ് മോൾട്ടൺ മെറ്റൽ ആണ്. സൂപ്പർ മെറ്റൽ, അവിടെ സൂപ്പർ ഹീറ്റഡ് മോൾട്ടൺ മെറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്, മോൾട്ടൺ അലുമിനിയം ഓക്സൈഡ് ഉണ്ട്, മോൾട്ടൺ അയണും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മോൾട്ടൺ അയൺ എന്ന് പറയുന്നത് ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, മോൾട്ടൺ അയൺ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ അത് ഏറ്റവും താഴെ വന്ന് സെറ്റിൽ ചെയ്യും. മോൾട്ടൺ അലുമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റർ ആണ്. അപ്പോൾ അതിന്റെ മുകളിലത്തെ ലെയറിലായിരിക്കും മോൾട്ടൺ അലുമിനിയം ഓക്സൈഡ്. ഇനി നമുക്ക് അവിടെ ഒരു എന്തുണ്ട്, അവിടുത്തെ ഒരു ടാപ്പ് ഉണ്ട്, അത് തുറക്കുമ്പോൾ ഈ മോൾട്ടൺ അയൺ ബോക്സിന്റെ അകത്തേക്ക് വീഴുന്നു. ഓക്കെ, ദെൻ അപ്പോൾ ആ ക്യാവിറ്റി മുഴുവൻ ഫില്ല് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു, ആ ജോയിന്റ് കംപ്ലീറ്റ് ഫില്ലാവുന്നു. ഓക്കെ, ദെൻ എക്സ്ട്രാ വരുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ നിറഞ്ഞ് ആ 2 ട്രേയിലും ഒന്ന് കളക്ട് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം അത് കംപ്ലീറ്റ് ഫില്ലായി എന്നുള്ളത് അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നേരം അത് വെച്ചേക്കും അല്ലെ. കുറച്ച് നേരം വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സോൾഡിഫിക്കേഷൻ സംഭവിക്കും. ദെൻ നമ്മൾ ഈ സെറ്റപ്പുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി പതുക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ, യഥാർത്ഥ വീഡിയോ നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ പോപ്പപ്പ് വീഡിയോ ഇട്ടേക്കാം. റെയിൽവേയിൽ ചെയ്യുന്ന യഥാർത്ഥ ഒരു വീഡിയോ, ഈ പ്രോസസ്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. അപ്പൊ ഇതിലൊരു സ്ക്യൂസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ, അതായത് ഇപ്പൊ തൊട്ട് നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഇത് ഇളക്കിയതിന് ശേഷം ഈ 2 സൈഡിലും ഒരു മെഷീൻ വെച്ച് ഇതിനെ അങ്ങ് സ്ക്യൂസ് ചെയ്യും. സ്ക്യൂസ് എന്ന് വെച്ചാൽ അല്പം കൂടെ പ്രഷർ കൂടെ കൊടുക്കും. പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അല്പം കൂടെ കോമ്പാക്റ്റ് ആവാൻ വേണ്ടി ഇത് 2 സൈഡിലും കൂടെ പ്രഷർ ചെയ്ത് ഇതിനെ ഒന്ന് കോമ്പാക്റ്റ് ചെയ്യിക്കും. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് അങ്ങ് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റാം. നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയി കിട്ടുന്നത് സോൾഡിഫൈഡ് അയൺ മെറ്റൽ കിട്ടും. എക്സസ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്ത് കളയാം. യെസ്, നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ തെർമിറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ അയണിന്റെ കാര്യം എന്ന് പറഞ്ഞപ്പം നമ്മളുടെ മെറ്റൽ വെൽഡിങ്, ഡിഫറെന്റ് മെറ്റലിനെ വെൽഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കോമ്പോസിഷൻ, തെർമിറ്റ് മിക്സറിന്റെ കോമ്പോസിഷൻ മാറ്റാൻ പറ്റും. കോപ്പർ ക്രോമിയം ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ്സ്, നമുക്ക് ഇപ്പൊ ഫെറസ് ഓക്സൈഡിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പർ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ക്രോമിയം ആണ് മെറ്റലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോമിയത്തിന്റെ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഫെറസിന് പകരം നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യുന്നു, ഓക്സൈഡ്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു എന്താണ് ഇക്വേഷൻ ആണ് കൊടുത്തത്. ഇപ്പൊ കോപ്പർ ആണെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ റിയാക്ഷൻ വരും, കോപ്പറും അലുമിനിയം ഓക്സൈഡും, ദെൻ ഹീറ്റ്, ഇത്രയും 4860 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് വരും. ഇപ്പൊ ക്രോമിയത്തിന്റെ ഓക്സൈഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്രോമിയം പ്ലസ് അലുമിനിയം ഓക്സൈഡ് പ്ലസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. മറ്റേതുപോലെ തന്നെ 3000 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഡിഫറെന്റ് മെറ്റലിനനുസരിച്ച് നമുക്ക് എന്താണ് ഡിഫറെന്റ് മെറ്റൽ ഓക്സൈഡ്സ് യൂസ് ചെയ്യാം. അയൺ ആണ് നമ്മൾ റെയിൽവേയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ അയൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെറസ് ഓക്സൈഡ് ആണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മെറ്റൽ ഓക്സൈഡ്സ് മാറ്റി കൊടുത്തോണ്ടിരിക്കാം. ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ വളരെ ഓൾഡ് ആണ്. നമുക്കറിയാം ഏത് വർഷമാണ്, നമ്മൾ 1848 അല്ലേ, അതിൽ അപ്പോഴാണ് കണ്ടുപിടിച്ചത്.
അതിനുശേഷം ഇത്രയും വർഷമായിട്ടും ഇത് ഇപ്പോഴും ഇതെന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെയിൽവേയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ചെയ്ത ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് ഇലക്ട്രോസ്ലാഗ് പ്രോസസ്സ്. ഓക്കെ, ഇതാണ് ഇലക്ട്രോസ്ലാഗ് പ്രോസസ്സ്. അതായത് ഈ രണ്ട് കണ്ടോ, ഈ രണ്ട് മെറ്റലിനെ ജോയിൻ ചെയ്യാൻ ഇടയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു, തെർമിറ്റ് ആണ്. ഇപ്പൊ ഇതിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്. ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് ആർക്ക് അതുപോലെ റെസിസ്റ്റന്റ് വെൽഡിംഗ് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറയാം. അപ്പൊ നോക്കുക, ഇത് നമ്മുടെ വയർ ഫീഡാണ്. ഇതിനെ സ്റ്റാർട്ടിംഗ് പ്ലേറ്റ് എന്ന് പറയും. ഇത് നമ്മൾ താഴത്തെ അവിടെ വെക്കുന്നതാണ്, താഴെ നമ്മുടെ വെൽഡിംഗ് പീസിന്റെ താഴെ ഫിക്സ് ചെയ്യുന്നതാണ് സ്റ്റാർട്ടിംഗ് പ്ലേറ്റ്. ഈ ഇലക്ട്രോഡും സ്റ്റാർട്ടിംഗ് പ്ലേറ്റും തമ്മിലുള്ള എന്ത് വെച്ചിട്ടാണ്, ആർക്ക് ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്ലക്സ് ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനനുസരിച്ച് ആ ഒരു ആർക്ക് ഉണ്ടാകുന്നു. ആർക്ക് ബേൺ ചെയ്ത് അല്ലെങ്കിൽ ആർക്ക് എന്താണ് സ്ട്രക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇനോർമസ് ഹീറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, ഫ്ലക്സ് ഉരുകി മോൾട്ടൺ സ്റ്റേറ്റിലാവുന്നു, മോൾട്ടൺ സ്ലാഗ് ആവുന്നു. ഓൾസോ വെൽഡ് പൂളും എന്ത് ചെയ്യുന്നു, ഉരുകുന്നു അല്ലേ, കാരണം അവിടെ ഇലക്ട്രോഡ് വയർ ഫീഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വെൽഡ് പൂളും ഉണ്ടാകുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വെൽഡ് പൂളിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഹീറ്റിന്റെ റെസിസ്റ്റൻസ്, അവിടെ ഹീറ്റ് ഉണ്ടാകുന്നു. ആ ഇനോർമസ് ആയിട്ടൊരു ഹീറ്റും ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും വെച്ചിട്ട് വെൽഡ് പൂളിനെ ഹീറ്റ് ചെയ്ത് മുകളിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങും ഒരു റെസിസ്റ്റന്റ് വെൽഡിങ്ങിന്റെ ഒരു കോമ്പിനേഷനാണ്. ഇത് താഴ്ന്ന് മുകളിലോട്ടാണ്. ഓക്കെ, അപ്പ് മില്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ താഴ്ന്ന് മുകളിലോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരും. ഇതാണ് ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്. അപ്പൊ ഇത് എന്താണ്, പല ചെറിയ കേസുകളിൽ റീപ്ലേസ് ചെയ്യുന്നതാണ്. പിന്നെ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ് നമ്മൾ എന്താണ്, റെയിൽവേസിൽ ഇപ്പോഴും തെർമൈറ്റ് വെൽഡിംഗ് ഒക്കെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ പവർ സപ്ലൈ ഇല്ല, ഇതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്, ഈ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാനും എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സെറ്റപ്പും ഇനിഷ്യൽ കോസ്റ്റും ക്യാപിറ്റൽ കോസ്റ്റ് ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസിയാണ് തെർമിറ്റ് വെൽഡിങ്. അതുകൊണ്ട് കൂടുതലും തെർമിറ്റ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില ഡിസഡ്വാൻറ്റേജ് ഉള്ള, അതായത് തെർമിറ്റ് വെൽഡിംഗ് നടക്കാത്ത ചില ഡിസഡ്വാൻറ്റേജ് ഉള്ള ചില ഫീൽഡുകളിൽ നമുക്ക് ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ട്രഡീഷണലി യൂസ്ഡ് ഫോർ വെൽഡിംഗ് വെരി തിക്ക് ആൻഡ് ഹെവി പ്ലേറ്റ്സ്. വളരെ തിക്കും ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്സുകൾ വെൽഡ് ചെയ്യാനാണ് തെർമിറ്റ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. തെർമിറ്റ് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഇൻ ജോയിനിങ് പൈപ്സ് ആൻഡ് തിക്ക് സ്റ്റീൽ സെക്ഷൻസ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ റിപ്പയറിംഗ് ഹെവി കാസ്റ്റിംഗ്സ് ആൻഡ് ഗിയേഴ്സ്. അപ്പോൾ തെർമിറ്റ് വെൽഡിംഗ് ആലോചിക്കുക, വളരെ തിക്കായിട്ടുള്ളത്, ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്, പൈപ്പ്, സ്റ്റീൽ സെക്ഷൻസ്, കാസ്റ്റിംഗ്സ്, ഗിയർ, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, തെർമിറ്റ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ് ലാർജ് സെക്ഷൻസ് സച്ച് ആസ് ലോക്കോമോട്ടീവ് റെയിൽസ്, ഷിപ്പ് ഹൾ എക്സെട്ര. ഞാൻ പറഞ്ഞാൽ റെയിൽവേ ലൈൻസ്, അതുപോലെ ഷിപ്പിന്റെ ഹള്ള്, ഇതൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ വെൽഡിംഗ് കേബിൾസ് മെയ്ഡ് ഓഫ് കോപ്പർ. ഇതിനെല്ലാം തെർമിറ്റ് വെൽഡിംഗ് യൂസ് ചെയ്യും. അഡ്വാൻറ്റേജസ് നോക്കിയേ, തെർമിറ്റ് വെൽഡിംഗ് ഈസ് എ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് പ്രോസസ് ഓഫ് ജോയിനിങ് സിമിലർ ഓർ ഡിസിമിലർ മെറ്റൽസ്. This process is cheap as no costly power supply is required. And this process can be used as the places where പവർ സപ്ലൈ ഇസ് നോട്ട് അവൈലബിൾ. അതും ഇത് എന്താണ്, ഒരു എക്സാമ്പിൾ ആണ്. ചില പ്ലേസുകളിൽ പവർ സപ്ലൈ എത്താത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില റെയിലൊക്കെ ഉള്ളിലോട്ടുള്ള അല്ലെങ്കിൽ പവർ സപ്ലൈ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ നമുക്ക് പവർ സപ്ലൈ കൊണ്ട് ചെന്നെത്തിക്കാൻ, ജനറേറ്റർ ഒന്നും കൊണ്ടെത്തിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, തെർമിറ്റ് വെൽഡിങ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേസിലൊക്കെ ഇപ്പോഴും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, തെർമിറ്റ് വെൽഡിംഗ് ഈസ് എസെൻഷ്യലി യൂസ്ഡ് ഫോർ ഫെറസ് മെറ്റൽ പാർട്സ് ഓഫ് ഹെവി സെക്ഷൻ. കൂടുതലും ഫെറസ് മെറ്റൽ പാർട്സ്, ഹെവി സെക്ഷൻ ആയിട്ടുള്ള മെറ്റൽ പാർട്സ്, ഫെറസ് മെറ്റൽ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചീപ്പ് മെറ്റൽ അല്ലെങ്കിൽ ലൈറ്റ് പാർട്സിനൊന്നും ഇത് എക്കണോമിക്കൽ അല്ല, ആണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.